എന്ന് നിന്റെ മൊയ്തീൻ ഇപ്പോഴും തിയേറ്റേഴ്സിൽ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 27 ദിവസത്തിന് ശേഷം ഗ്രോസ് കളക്ഷൻ 25 കോടി രൂപയ്ക്കും അപ്പുറത്താണ്. ഇതിലെ കീ റോൾസിലെത്തിയ എല്ലാവർക്കും ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുകയും കരിയറിൽ ഒരു ബ്രേക്ക് ആകുകയും തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഫിലിം. പിന്നെ ഡയറക്ടറിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, ആളിപ്പോൾ Cloud 9-ലാണ്. അത് മാത്രമല്ല RS വിമൽ എന്ന ഡയറക്ടർ ഇപ്പോൾ വൺ ഓഫ് ദ സോട്ട് ആഫ്റ്റർ ഡയറക്ടർ കൂടെ ആയിരിക്കുകയാണ് ആദ്യത്തെ ഫിലിമിന് ശേഷം തന്നെ. ഫിലിമിൻ്റെ പ്രൊഡ്യൂസേഴ്സും ഒരുപാട് സന്തോഷത്തിലാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നന്നായിട്ട് തന്നെ നടക്കുന്നതിൽ. പക്ഷേ ഇവരെല്ലാവരും മറന്നുപോയ ഒരാളുണ്ട്, കാഞ്ചനമാല. തൻ്റെ ജീവിതകഥ മുഴുവനും ഇവരുമായിട്ട് ഷെയർ ചെയ്ത് അതൊരു ഫിലിം ആക്കാൻ സമ്മതിക്കുകയും ചെയ്ത റിയൽ ലൈഫിലെ കാഞ്ചനമാലയാണ് ഇവരെല്ലാവരും മറന്നുപോയത്. കാഞ്ചനമാലയെ സഹായിക്കാനായിട്ട് ആകെ മുന്നോട്ട് വന്നത് ആക്ടർ ദിലീപ് മാത്രമാണ്. മൊയ്തീൻ്റെ ഓർമ്മയ്ക്കായിട്ട് മൊയ്തീൻ സേവാ മന്ദിർ എന്ന് പറയുന്ന സ്ഥാപനം കാഞ്ചനമാലയുടെ ഒരു സ്വപ്നം തന്നെയാണ്. ആ സ്വപ്നം മൊയ്തീൻ്റെ റിലേറ്റീവ്സ് കാരണം തകർന്നു പോവുകയാണ് ചെയ്തത്. കോടതിയിൽ കാഞ്ചനമാല മൊയ്തീൻ്റെ ആരുമല്ല എന്ന് തെളിയിക്കപ്പെട്ടു. ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കോടതി കാഞ്ചനമാലയും മൊയ്തീനുമായിട്ടുള്ള ബന്ധം അംഗീകരിച്ചില്ല. അങ്ങനെ ഇപ്പോൾ നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള മൊയ്തീൻ സേവാ മന്ദിർ പ്രവർത്തിക്കുന്നത് ഒരു ഷെഡിലാണ്. ഒട്ടും തന്നെ നല്ല രൂപത്തിലല്ലാത്ത ഒറ്റ മുറി ഷെഡിൽ. മൊയ്തീൻ സേവാ മന്ദിറിന് സ്വന്തമായ ഒരു വലിയ ബുക്ക് കളക്ഷൻ വെൽവിഷേഴ്സിൻ്റെയൊക്കെ വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത് വെക്കാൻ പോലും സ്ഥലമില്ല ഇപ്പോഴത്തെ ഈ ഷെഡിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആക്ടർ ദിലീപ് മുന്നോട്ട് വരികയും കാഞ്ചനമാലയെ കാണുകയും മൊയ്തീൻ സേവാ മന്ദിറിനായിട്ട് ഒരു പുതിയ കെട്ടിടം പണിത് തരാം എന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴും ഡയറക്ടറായിട്ടുള്ള RS വിമലും പൃഥ്വിരാജും അതിൻ്റെ ഫിനാൻസേഴ്സും ഒന്നും തന്നെ കാഞ്ചനമാലയെ കാണാൻ ശ്രമിച്ചിട്ടില്ല സിനിമയ്ക്ക് ശേഷം. പക്ഷേ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇവരെല്ലാവരും തന്നെ നേരിൽ പോയി കാഞ്ചനമാലയെ കാണുകയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും കാഞ്ചനമാലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ മോഹൻലാലാണ്. അത് എന്നും മോഹൻലാലിൻ്റെ സിനിമകൾ ഒരുപാട് കാണാൻ താൻ ശ്രമിക്കാറുണ്ട് എന്നും ഒരുപാട് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ ആക്ടിങ് ഒരുപാട് ഇഷ്ടമാണ് എന്നുമാണ് കാഞ്ചനമാല പറയുന്നത്. ഇതുവരെ തൻ്റെ ജീവിതകഥയായിട്ടുള്ള എന്ന് നിന്റെ മൊയ്തീൻ കണ്ടിട്ടില്ല കാഞ്ചനമാല. അത് കാണാനും താല്പര്യമില്ല എന്നാണ് കാഞ്ചനമാല പറയുന്നത്. തന്നെ അറിയാവുന്ന ഒരുപാട് പേര് തിയേറ്റേഴ്സിൽ ഈ ഫിലിം കാണാൻ പോയെങ്കിലും ഫിലിം തീരുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. ആ സിനിമ അത്രയും പെയിൻഫുൾ ആണ് കണ്ടിരിക്കാൻ എന്നതാണ് അതിൻ്റെ കാരണം. അപ്പോൾ അങ്ങനെയുള്ള തൻ്റെ സ്വന്തം ജീവിതകഥ പോയി കാണാനായിട്ട് കാഞ്ചനമാലയ്ക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. എന്തൊക്കെയായാലും മോഹൻലാലിൻ്റെ സിനിമകളൊക്കെയും താൻ കാണാറുണ്ട്. അതുപോലെ തന്നെ മോഹൻലാലിന് ശേഷം മമ്മൂട്ടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നടൻ എന്നാണ് കാഞ്ചനമാല പറയുന്നത്. Mammootty sir and Mohanlal sir I haven't worked because I haven't